പ്രൊഫഷനായി ഇനിയിപ്പം കാറായി ഇനിയിപ്പം ഒരു വീടായിരിക്കുമോ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്? അടുത്ത ലക്ഷ്യം വീട്. എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തേ? അതുകൊണ്ട് മിണ്ടാതെ നീ വെക്കോ. നീയൊക്കെ പൂവിട്ട് പൂജിക്കോ, വളർത്തോ, ഉളർത്തോ, കെട്ടിപ്പിടിക്കോ, ഉമ്മ വെക്കോ, അതൊക്കെ നിന്റെയൊക്കെ ഇഷ്ടം. ആ പേരും പറഞ്ഞുകൊണ്ട് എന്റെ ലൈവിലേക്ക് വരാൻ നിൽക്കണ്ട, കേട്ടല്ല. എനിക്ക് എന്റേതായ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഒരാളുടെ കാൽച്ചോട്ടിൽ. എല്ലാവർക്കും നമസ്കാരം. രേണുസുതി വിഷയം വീണ്ടും ചെയ്യണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ മനസ്സിന് സമാധാനം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇന്നലെ ലൈവിൽ വന്ന സമയത്തും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, അത് വിട്, എന്തെങ്കിലും പോട്ടെ. ഡാനി എന്തൊക്കെ വിളിച്ച് പറഞ്ഞു, അതല്ല നമ്മുടെ ഇവിടുത്തെ മെയിൻ വിഷയം. രേണുസുതി എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ പേരിൽ മാത്രമേ കേസ് കൊടുക്കുന്നല്ല, അജണ്ട വല്ലതുകൊണ്ടാ. നിമിഷ ബിജോ ഇന്നലെ ലൈവിൽ വന്നിട്ട് എന്തൊക്കെയാ വിളിച്ച് പറയുന്ന രേണുവിനെ പറ്റിയിട്ട്. രേണു അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താണ് രേണു അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. റിപ്ലൈ വന്നിട്ട് വല്ല കൊണകണാന്ന് മുടന്ന ന്യായം പറയും. അല്ലാണ്ട് എന്തുകൊണ്ട് നിമിഷ ബിജോനെ പോലുള്ള ആൾക്കാർക്കെതിരെ രേണുസുതി കേസ് കൊടുക്കാതെ എന്നെ പോലുള്ള ഒരു പാവപ്പെട്ടവനെ മാത്രം കേസിൽ പെടുത്തി അകത്താക്കി തൂക്കി തീർക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? എനിക്കതാണ് അറിയേണ്ടത്. നിമിഷ ബിജോനെ പോലുള്ളവർ, അതും നിങ്ങളുടെ കൂടെ നിന്ന ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ട് കാല് വാരിയിട്ട് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ സകലമായ കാര്യങ്ങളും നാട്ടുകാരെ വിളിച്ച് അറിയിക്കുന്ന നിമിഷ ബിജു, അവർക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? കേസ് കൊടുക്കണം. ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല. നമ്മളെന്ത് മലിഞ്ഞ് നടക്കണം? കൊടുക്കണം. രേണു ഇങ്ങനെ കേസൊക്കെ കൊടുക്കണം. ഇനി നിമിഷ ബിജോ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടവർ, എന്ത് റീച്ച്? ഈ രേണുസുദീനെയൊക്കെ പറഞ്ഞ് നാട്ടുകാർ തന്നെ ഇങ്ങനെ വായ്മളന്നിരിക്കുന്ന അവസ്ഥയിലായി തുടങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും റീസൺലി രേണുവിന് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രേണു തന്നെ ഇപ്പോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മുടെ പല യൂട്യൂബേഴ്സിന്റെ പേരും എടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇവര് മറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ ഉള്ള ഒരു സംസാരവും ഒരു ഊളപ്പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടാറുണ്ട്. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും നമ്മൾ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ലാണ്ട് പറയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. രേണുസുതിയെ കുറിച്ചിട്ട് നിമിഷ ബിജു പറയുന്ന കുറച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതുപോലെ പഴയ വീട് നമ്മളെ ബിഷപ്പ് വസ്തു കൊടുത്തും ഫിറോസിക്ക കനിഞ്ഞും വച്ചുകൊടുത്ത് ദാനത്തിന്റെ പേരിൽ വെച്ചുകൊടുത്ത വീടൊന്നും വേണ്ട, നമ്മളിനി സ്വന്തമായിട്ട് കേറ് ഭംഗിയില്ലേ അതുപോലെ നമ്മളിനി പുതിയ വീട് വെക്കും. എന്താ നല്ല കാര്യം, നടക്കട്ടെ. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ച സമയത്ത് ഒന്നും അല്ലാതെ രേണു ഇപ്പൊ എന്തൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവിലൂടെയാണ് ആയത്. എങ്കിലും എന്തൊക്കെയോ ആയിട്ടുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. പക്ഷെ ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ നെഗറ്റീവിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളുണ്ട്, ഒരു ഇമേജ് ഉണ്ട്, അതൊന്ന് മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കും. അല്ലാണ്ട് കാലാകാലം ഇതുപോലെ പരിപാടി വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുക്കത്തുള്ളൂ. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ തലയ്ക്ക് വിളവില്ലാത്ത ടീംസ് ഉണ്ട്. അതിന് ഞാൻ ഒന്നും പറഞ്ഞ് നന്നാക്കാൻ പോകുന്നില്ല. വെളവും ബോധം വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ടീംസ്. എന്തായാലും നിമിഷ ബിജോ പറയുന്നത് കേട്ടു നോക്കാം. അയ്യോ, ഒന്നും പറയണ്ട. ഞാൻ ഇത് മനസ്സിലാക്കി. ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തൊരു, ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ ഫാമിലിയായിട്ട് ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തതാണ്. അത്രയും സപ്പോർട്ട് ചെയ്ത് പേഴ്സണലി ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും പറയുന്നതിന്റെ ഒറിജിനാലിറ്റി നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അഭിനയമാണെന്ന് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും. അപ്പോഴാണ് നമ്മൾ കേട്ടല്ല, കൂടെ നിന്ന കൂട്ടുകാരിയാണ് ഇത് പറയുന്നത്. പിന്നെ നിമിഷ ബിജോ പെർഫെക്റ്റ് ആണെന്നും പറയത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇല്ലാത്തൊരു വ്യക്തിയാണ്. വേറൊന്നും കൊണ്ടല്ല, അവരെന്നെ ഒന്നും ചെയ്തില്ല. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ലൈവ് ഇട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. ഇങ്ങനത്തെ കോപ്പിലെ വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് അവരുടെ കണ്ടന്റ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഈ രേണുസുധിയുടെ കൂടെ നിന്ന ചങ്കാണ്, ആ ചങ്കാണെന്ന് ചങ്ക് പറിച്ചു വെച്ച് പറയുന്നത്. നമ്മളെല്ലാം പറഞ്ഞാൽ പിടിച്ച് അപ്പം ജയിലാക്കാനുള്ള വകുപ്പ് നോക്ക്. എന്നാൽ കൂടെ നിന്ന് കൂട്ടുകാരി കുതുകാലി വെട്ടി കാല് വാരിയപ്പോ പറയാനില്ല. അതുപോലെ കൂട്ടുകാരി എന്തുകൊണ്ടാണ് കാല് മാറിയത്, അവളുടെ കയ്യിലിരിപ്പുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അത് ന്യായമായിട്ടുള്ള കാര്യമൊന്ന്. എന്തായാലും നിമിഷ ബിജോ വന്നിരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ എനിക്ക് രേണുസുതി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും യോജിപ്പില്ല. ഈ അബോർഷന്റെ കേസ് വന്ന സമയത്ത് സ്ത്രീകളായി അബോർഷൻ ചെയ്യും എന്നുള്ളൊരു മൈൻഡിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഉണ്ടായിരുന്നു. ആ ഒരു ടോണിൽ സംസാരിച്ച സംസാരം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പച്ച അവരാതാണ് ആ വിളിച്ച് പറഞ്ഞത്. എന്തുവാ എല്ലാ സ്ത്രീകളും അബോർഷൻ ചെയ്യാൻ വേണ്ടി നടക്കുന്നത് പോലെയാണ് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊക്കെ വെറും അത് വിവരമില്ലായ്മ, അതല്ലാണ്ട് എന്ത് പറയാ, പറഞ്ഞു നന്നാക്കുക നടക്കുന്നതല്ല. നിമിഷ ബിജോ പറ. ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് മനസ്സിലായത്. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്നത്തെ ആ ഒരു വാർഷികത്തിന് പോയപ്പോഴേ, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ ഈ ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ സ്വഭാവം എനിക്കില്ലെത്താ. ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പൈസകൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ഞാൻ പലർക്കും ചെയ്യാനുണ്ട്. പിന്നെ എന്റെ സാഹചര്യം മോശമായതുകൊണ്ടാണ് എനിക്ക് ഈ മൈരിനകത്തോട്ട് വന്ന് പെട്ടു പോവേണ്ടി വന്നത്.
പിന്നെ അതിൽ നിന്ന് തോറ്റു പോകേണ്ട കാര്യം എനിക്കുണ്ടോ? ഇല്ല. എനിക്ക് എന്റെ മക്കളുണ്ട്, എനിക്ക് അവർക്ക് വരുമാന മാർഗമാണ്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, വരുമാന മാർഗത്തിന്റെ കേസൊക്കെ അവിടെ നിൽക്കട്ടെ, അവരങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ രേണുവിന്റെ അടുത്ത് പോയി അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കി, അവിടെ നിന്ന് തനിക്കോണം മനസ്സിലാക്കി ഉള്ള വകുപ്പുകൾ ആണ് ഇവിടെ നിമിഷ പറയുന്നത്. അത് അവളുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പോഴും നേരം വെളുക്കാത്ത അന്തങ്ങളായിട്ടുള്ള കുറെ പേരുണ്ട്. അപ്പം കുറച്ചു പേര് ചോദിക്കും, ഇനിയെങ്കിലും അവളെ വിട്ടുവിടേടാ, അവളെ ജീവിക്കാൻ സമ്മതിച്ചുവിടേടാ. എടാ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ. എടാ നമ്മളിപ്പോ തെറ്റ് ചെയ്താൽ കൂടി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിപ്പോയി, ആ സാഹചര്യത്തിൽ പറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ കള്ളം പറഞ്ഞെന്ന് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഈ ഉരുണ്ട് കളിച്ച് കള്ളത്തനത്തിന് മേളിൽ കള്ളത്തനങ്ങള്, എനിക്കിതിൽ ഏറ്റവും കലിപ്പുള്ള ദേഷ്യം ആ കാര്യം എന്തെന്നറിയാമോ? ബിഷപ്പ്, വസ്തു കൊടുത്ത ബിഷപ്പ്, ഫിറോസിക്ക വീട് വെച്ചു കൊടുത്ത്, ഇവർക്ക് രണ്ടുപേർക്കും എതിരെ മറുനാട് മതിൽ വെച്ചു കൊടുത്ത്, ഇവർക്ക് എല്ലാവർക്കും എതിരെ ഈ കുടുംബം അടക്കം, അതും രേണുവിന്റെ അച്ഛനടക്കം വന്ന് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു രീതിയിൽ വെറും പോക്കൃത്തനമാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ചെയ്യൂ, നിങ്ങൾക്കൊരാള് ദാനമായിട്ട് ഒരു കാര്യം ചെയ്തു തന്നു, അല്ലെങ്കിൽ പോട്ട് ദാനം പോട്ട് സമ്മാനമായിട്ട് നിങ്ങൾക്കൊരാൾ ഒരു സാധനം തന്നു, അത് ചീത്തയായാലും അതെന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമ്മാനം തന്ന ആളുടെ അടുത്ത് പരാതി പറയാൻ പോകും. ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, പരാതി പറയാൻ പോകും? ഇല്ല, ഞാൻ അങ്ങനെ പോകത്തില്ല. അങ്ങനെ പറയാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെന്നേ ഞാൻ പറയത്തുള്ളൂ, അത്രയും ഞാൻ പറയത്തുള്ളൂ. ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു 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 പേന നിങ്ങൾക്ക് ഒരാൾ സമ്മാനമായിട്ട് തന്നു, ആ പേന രണ്ടാമത്തെ ദിവസം ഒടിഞ്ഞു പോയി, നിങ്ങൾ സമ്മാനം തന്ന ആളിനെ വിളിച്ചിട്ട് പറയും, ഡേയ് നീ തന്ന പേന ഒടിഞ്ഞുപോയി എന്ന് പറയില്ലല്ലോ. പക്ഷെ ഇവിടെ രേണുസുതി പറയും. അതാണ് ഞാൻ പറഞ്ഞത്, അർഹതയില്ലാത്ത കൈകളിൽ അത് എത്തിയെന്നും അതുപോലെ തന്നെ അവരുടെ തനിക്കോണം അവർ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്, കുടുംബത്തോടെ കാണിച്ചു കേട്ടോ. അത് വേറൊരു സംഭവമാണ്. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് ബിഷപ്പിന്റെ കേസും ഫിറോസിക്കയുടെ കേസുമാണ്. ഇവർ രണ്ടുപേരും കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കട്ടിക്കുന്ന പട്ടി വാങ്ങി എന്നുള്ളൊരവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബിഷപ്പിന് എന്തിന്റെ കേടായിരുന്നെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പാവം അദ്ദേഹം ദാനം കൊടുത്തു, വായിലിരിക്കുന്ന കേട്ടു. അതുപോലെ ഫിറോസിക്ക കയ്യിൽ നിന്ന് അടക്കം പൈസ ഇട്ട്, അങ്ങനെ സംഘടന വഴിയും അതുപോലെ കയ്യിൽ നിന്ന് അടക്കം പൈസ ഇട്ടും കൊണ്ടാണ് വച്ചു കൊടുത്തത്. എന്നിട്ടും കാണിച്ചത് പോക്കറ്റിൽ തന്നെ. അതിനെ ന്യായീകരിക്കാൻ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അത് വെച്ചു കൊടുക്കുമ്പോൾ നല്ലത് വെച്ചു കൊടുക്കണം, മറിച്ച് വെച്ചു കൊടുക്കണം. പിന്നെ നല്ലതല്ലാണ്ട് ഈ രേണുവിന്റെ അച്ഛൻ വന്ന് ചുരണ്ടി ഇളക്കിയത് അടക്കം നമ്മൾ കണ്ടല്ലേ, ചുരണ്ടി ഇളക്കുകയാണ്. എടാ ചുരണ്ടി ഇളക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇളവാത്തത്? അങ്ങനെ മൊത്തം ചുറ്റും വലിച്ചിളക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോഴും നേരം വെളുക്കാത്ത കുറെ ടീംസ് ഉണ്ട്, അന്തങ്ങൾ, രേണു അന്തം, അല്ലാണ്ട് എന്ത് പറയാം. അത് ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന അത്രയും വിവരമില്ലാത്ത വിവരദോഷികളെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ആ വിവരദോഷികളെ പറഞ്ഞു നന്നാക്കുക സാധ്യമേ അല്ല. ആരും ചോദിക്കുകയല്ല നീ എന്ത് ജോലിയാ ചെയ്യുന്നത്, അവർ ചോദിക്കുന്ന പൈസയാണ് അല്ലേ. നല്ല അതുപോലെ നമ്മൾ അത് ഉണ്ടാക്കുന്നു, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു, നമ്മുടെ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഫോണിൽ സംസാരിക്കുന്ന, വീഡിയോ കോൾ വിളിക്കുന്നത് ഒന്ന്, അതേപോലെ സംസാരിക്കുമ്പോൾ വേറൊന്ന്, അത് കൂടെ നിൽക്കുന്ന ഒരു 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 എന്താ പറയാ, ഒരു വിശിഷ്ട ജന്തു ഉണ്ടല്ലോ, ആ ജന്തുവിന് ഇതൊക്കെ അറിയാം കേട്ടാ. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പേര് പറഞ്ഞെന്നും പറഞ്ഞ് ഇനി അത് മതി. അപ്പൊ ഇവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ, നേരിട്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞുള്ള കാര്യങ്ങൾ, അറിവ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുക. ഏതാണ് ഈ നികൃഷ്ട ജന്തു? സജിനെയാണ് ഉദ്ദേശിച്ചത്? ആരെയാണ് ഉദ്ദേശിച്ചത് ആ ജന്തു എന്ന്? എന്തായാലും ഇങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയണം. ഏതാണ് ആ ജന്തു? പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമില്ലല്ലോ. ആ പോട്ട്, എന്തായാലും സജിനെ ആയിരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായിരിക്കും. അതാണ് ഈ രേണുവിന്റെ കൂടെ നടന്ന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് നൂല് പിടിച്ച് നടക്കുന്നത് രേണു സപ്പോർട്ടർ. രേണുവിന് വേണ്ടി ഘോര പ്രസംഗിക്കുന്ന തലപ്പത്തിരിക്കുന്ന മതലല്ല എന്നാണ് സ്വന്തമായിട്ട് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ വിളിച്ചു പറയുന്നു, എന്തൊക്കെ ബോധമില്ലാതെ വിളിച്ചു പറയുന്നു എന്ന് അവർക്ക് പോലും അറിയത്തില്ല. എന്തോ രേണു മാത്രമാണ് ഈ ലോകത്തുള്ളത്. പിന്നെ രേണുവിന്റെ ഒരു വിചാരമുണ്ട്, ഈ ലോകത്ത് വിധവയായിട്ട് രേണു മാത്രമേ ഉള്ളൂ എന്ന്. അത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലോകത്ത് വിധവയായിട്ട് ഇവള് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. വേറെ ആരും വിധവകളില്ല. എന്റെ വീഡിയോ കാണുന്നതിൽ എത്ര പേര് കാണും? ചിലപ്പോൾ അവര് ജീവിക്കുന്നില്ലേ അന്തസ്സായിട്ട് എന്ന് വെച്ചിട്ട് നാട്ടുകാരെയും പറ്റിച്ച് കള്ളത്തനവും കപടത്തനവും വിളിച്ച് പറഞ്ഞ് ഉളത്തനവും കാണിച്ച് ആരെങ്കിലും ജീവിക്കുന്നു, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ സോഷ്യൽ മീഡിയയിലൊന്നും കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ ആരെയും സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ രേണുവിനൊക്കെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ ആദ്യം. പിന്നെ മനസ്സിലായി തനി കോണങ്ങള്, അതും പല രീതിയിലും പല തെളിവുകളടക്കം വന്നപ്പം തികഞ്ഞു. പിന്നെ മനസ്സിലായി, പിന്നെ നിർത്തി, മതി, അയ്യോ ഇനി ഓർമ്മിപ്പിക്കല്ലേ. പലരും എന്നോട് പറഞ്ഞു നീ അവിടെ പോകണ്ടായിരുന്നു, നിനക്ക് പോകേണ്ട ആവശ്യമില്ല, നിനക്ക് നാണമില്ലേ അവളെ പുറകെ നടക്കാന്നൊക്കെ എന്നോട് പലരും പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ബുള്ളിങ് ഏറ്റൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ഏറ്റൊരു വ്യക്തിയായ സ്ഥിതിക്ക് എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയ ഒരു പെണ്ണാക്കിടത്ത് അനുഭവിക്കുന്ന ഒരു വേദന. അത് മാത്രമേ ഞാൻ എൻ്റെ മൈൻഡിൽ നോക്കിയുള്ളൂ. ഞങ്ങൾ ഓടി അവിടെ ചെന്ന് ആ സമയത്ത്.
ആ സമയത്ത് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അലൻ ജോസിനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് പോലും ഞാൻ അവിടെ ഒന്നുമില്ല. അവിടെ ഉണ്ടോ പുറത്ത് ഞാൻ അതിന് മുന്നേ ഞാൻ ഇറങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അതിനൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നും ഒരാളൊന്നുമല്ല. ഞാൻ ഇറങ്ങി എൻ്റെ കാര്യം നോക്കി ഞാൻ വരികയും ചെയ്തു പോയിട്ട്. അത്രയും ചേർത്ത് നന്ദിയില്ല. അത്രയും ചേർത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായത് എനിക്കത് പേഴ്സണലി അത്ര താല്പര്യപ്പെട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഈ അലിൻ ജോസ് പെരേര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വിവരമില്ലാത്ത, ഒരു ബോധമില്ലാത്ത എന്തോ ഒരു മൊണ്ണയാണ് അവൻ. ഉള്ള കാര്യം പറയും. ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെ ആയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വലിയൊരു കാട്ടുമൊണ്ണ. ഇവനൊക്കെ ആരടാ മനുഷ്യഗണത്തിൽ കയറ്റി നിർത്തിയെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ കുറെ വീഡിയോസ് ഒക്കെ കാണും. ഇപ്പൊ കുറെ റീസെന്റ് ഇവൻ കിടന്ന് കുറെ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട്. കാണുന്ന ചിരി വരില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ബോധമില്ല, പോട്ട് വിളിച്ച് വരുത്തിയവർക്കും ബോധമില്ല, അവനും ബോധമില്ല, മൊത്തത്തിൽ ബോധമില്ലാത്ത വിവരദോഷിയുടെ ഒരു തലപ്പത്തിരിക്കുന്നവനാണ് ഈ അലിൻ ജോസ് പെരേര. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിമിഷ ബിജോസിന്റെ വീഡിയോ ഒന്നും എനിക്ക് ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഇവർ കൂടെ നിന്ന ഒരു സ്ത്രീയാണ്. അവിടെ പോയിട്ട് അവർ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ടും വിശ്വാസമില്ലാണ്ട് രേണുഷിനിക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഷട്ടകളടുത്ത് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്നാ വേണോ കോപ്പ് വേണോ കാട്ടി കൂട്ടിക്കോ. നിങ്ങൾ കൊണ്ട് നോക്കിക്കോ, നാട്ടുകാർ മൊത്തം നോക്കിക്കോളാൻ പറഞ്ഞു. അവനവന്റെ കൊച്ചിനെ ഈ നാട്ടുകാർ മൊത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ എന്തെങ്കിലും സംഭവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം. അല്ലാതെ അവരുടെ കെയർ ഓഫിൽ നമ്മൾ ജീവിക്കണമെന്നോ അല്ലാതെ അവരുടെ കെയർ ഓഫിൽ നമ്മൾ കിടക്കണമെന്നോ ഒന്നുമല്ല. നമ്മളൊരു വാക്ക് പറയാം, എനിക്ക് കിട്ടിയല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കണം അല്ലേ? അല്ലെ ആ ഒരു വീട് തന്നതിന് ശരിക്കും മൊത്തം പണി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും മൊത്തം പണി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒഴിവായി കേസ് ഇട്ട്. അന്ന് തുടങ്ങി ഇവിടെ കുറച്ച് കുലസ്ത്രീകളുണ്ട്. കുലസ്ത്രീകൾ സിന്ദാബാ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്. നടന്നോട്ടെ, നമ്മളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. അവരായി അവരുടെ കാര്യമായി, എനിക്ക് എൻ്റെ കാര്യമായി എൻ്റെ കാര്യമായിട്ട് ഞാൻ പോകുന്നു. അതെ, ഇവര് പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാളൊരു ദാനം ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ നമ്മൾ നന്ദി കാണിച്ച് കാലാകാലം അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കണമെന്നല്ല പറയുന്നത്. ആ ഒരു സ്നേഹം കാണണം. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. ഈ രേണുസുധിയുടെ വീട് വെച്ച കേസിൽ വിഷയം വന്ന സമയത്ത് എത്ര സ്ത്രീകളെന്നറിയാമോ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഫിറോസിക്ക എടുത്ത് പറഞ്ഞിട്ട് നമുക്കൊരു വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട് സംസാരിച്ചത്. പക്ഷെ ഫിറോസിക്ക ഇനി അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പോവാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല. ആൾക്കാർ ഇങ്ങനെ നന്ദി അല്ലെങ്കിൽ നല്ല കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ട് അവരിങ്ങനെ തിരിഞ്ഞു കൊത്തുന്നതാണോ പിന്നെ ആരെങ്കിലും അടുത്ത് സഹായിക്കാൻ പോകും? ആരും പോകത്തില്ല. അത് തന്നെയാണ് ഫിറോസിക്കയും ബിഷപ്പും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വെച്ചു കൊടുത്തിട്ടാണ് അത്ര അനുഭവിക്കുന്നത്. അതുപോലെ രേണുസുധി ഇപ്പോൾ റീസെന്റ് പറയുന്നതൊക്കെ കേൾക്കാം. ഞാൻ ഇനി ആ വീട്ടിലോട്ടില്ല, കല്യാണം കഴിഞ്ഞാൽ വേറെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. നീ കല്യാണം കഴിച്ചാൽ കൊല്ലം സുധി എന്നുള്ള പേര് ദൈവം ഇതൊന്നും എടുത്ത് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഉപകാരം. പിന്നെ ഇനി വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല. സംഭവം സ്വന്തമായിട്ടൊരു ഇതൊക്കെ ഉണ്ടാക്കി എടുത്ത് ഒരു എന്താ പറയുക, ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നെഗറ്റീവ് ആയാലും ഒരു ഫെയിം ഉണ്ടാക്കി എടുത്തിട്ടുള്ളതുകൊണ്ട് ഇനി ആ കോപ്രായത്തിൽ ജീവിക്കാം. സുധിയെ വച്ച് ചെയ്ത് എടുത്ത റീച്ച് നീ പല ഇന്റർവ്യൂവിന്റെ ഇടയിലും പറയുന്നത്, അതായത് അണിയറയിൽ പറയുന്ന കാര്യങ്ങൾ വരെ നമുക്കറിയാം. അതുകൊണ്ട് നീ എങ്ങനത്തതാണെന്ന് നമുക്ക് ഇനിയിപ്പോൾ വ്യക്തമായിട്ട് അറിയാം. കൂടുതൽ വെളുപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ നിന്റെ കൂടെ ഒന്ന് സഹിയാണ് ഇപ്പൊ വന്നിരുന്ന് വിളമ്പുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. നിന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവക്കെതിരെയും കൂടി ഇപ്പൊ കേസ് കൊടു. അതായിരിക്കും കുറച്ച് ബെറ്റർ കേട്ടോ. രേണു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി രേണുവിനെ പറ്റി കുറ്റം പറയൽ ചേച്ചിയുടെ മെയിൻ പരിപാടി. അയ്യോ, അത് ഒരുപാട് പേരുണ്ട് രേണുവിനെ കുറ്റം പറഞ്ഞ് വിറ്റ് തിന്നുന്ന ആൾക്കാർ. ചേച്ചിനെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ചേച്ചിക്ക് പറയാനുള്ള കാര്യം മാത്രമേ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം ചേച്ചി അതിനകത്ത് ഇടപെട്ടിട്ടില്ല കേട്ടാ. ആരായിട്ട് വരും രേണുവിന്റെ വകയിലെ? കുഞ്ഞമ്മ, സെറ്റപ്പ്, കാമുകൻ, ഫാമിലിപ്പെട്ട ആരെങ്കിലും ആരായിട്ട് വരും എന്ന് പറഞ്ഞു തരുമോ? PR ലേഡീസ് പവർ. രേണുവിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന കുറെ പേരുണ്ട്. അതാരെയാണ് ഉദ്ദേശിച്ചത്? നിമിഷ ആരെയാണ് ഉദ്ദേശിച്ചത്? കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ ചൂണ്ടിയത് അല്ലേ? നമ്മളെ പോലുള്ളവരായിരിക്കും. പ്രത്യേകിച്ച് രേണുവിനെ വലിച്ചു കീറി ഒട്ടിച്ച് ആ ഒരു ഇതിൽ എനിക്ക് അത്യാവശ്യം ഓഡിയൻസ് ഉണ്ട് രേണുവിനെ എക്സ്പോസ് ചെയ്തതിൽ. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്നെ പോലെയുള്ളവരായിരിക്കും ഉദ്ദേശിച്ചത്. എങ്കിൽ എനിക്കത് യോജിപ്പില്ല കേട്ടാ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജെന്യുവൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളിലും ജെന്യുവിറ്റി ഉണ്ടെന്ന് എനിക്കും അറിയാം. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ അന്തങ്ങളുണ്ട്, വിവരദോഷികൾ. സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത കുറെ വിവരദോഷികൾ. അവരിപ്പോഴും രേണുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിടന്ന് വിളിക്കും, ഈ സജിനെ പോലെയൊക്കെ ഉള്ളത്. അതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പോട്ടെ, എന്തെങ്കിലും കോപ്പ് കാണ്ടി കൂട്ടട്ടെ. എനിക്ക് കരഞ്ഞിട്ട് കണ്ണുനീര് പോലും എനിക്കൊന്നും പോകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നും രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ കരയും, ഭയങ്കരമായിട്ട് കരയും.
കാരണം രേണുവിന്റെ ആ ഒരു വളർച്ച കണ്ടിട്ടേ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയിരിക്കുക. ഈ വളരുന്നത് ആർക്കും വളരാം. നമ്മുടെ ഗോവിന്ദചാമിയും കേരളം മൊത്തം അറിയാം. സ്വാഭാവികം. നാളെ ഗോവിന്ദചാമി പുറത്തിറങ്ങിയിട്ട് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ലക്ഷക്കണക്കിന് ആൾക്കാർ കയറി കാണും. അത് റീച്ചാ. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ട് നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞും ചെയ്തും ഒക്കെ റീച്ച് ഉണ്ടാക്കാൻ നോക്ക്. അല്ലാണ്ട് അപരാധങ്ങൾ കാണിച്ചും കള്ളം കാണിച്ചും കാപട്യം കാണിച്ചും നാട്ടുകാരെ പറ്റിച്ചും ഇങ്ങനത്തെ രീതിയിൽ റീച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആ റീച്ച് ഒരിക്കലും ജെന്യൂനായിട്ടുള്ള റീച്ചല്ല, ശാശ്വതമല്ല. പിന്നെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന എന്ത് കോപ്പിലെ ഇത് വെച്ചിട്ടാണ് ഇവളേക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ നടക്കുന്നതെന്നാണ്. ഇത്രയും വിവരമില്ലാത്ത, അത്രയും ഇടുങ്ങിയ ചിന്താഗതി അല്ലെങ്കിൽ ബോധമില്ലാത്ത ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരും ഈ സമൂഹത്തിൽ ബാക്കിയാകുന്നു എന്നാണ് എന്റെ സംശയം. എനിക്ക് കരഞ്ഞിട്ട് കണ്ണുനീര് പോലും ഇപ്പൊ വരുന്നില്ല. കരഞ്ഞു തീർന്നിട്ടേ അല്ലാണ്ട് ഭയങ്കര കടുപ്പ് തന്നെ. എനിക്ക് ഭയങ്കര കുശുമ്പ് മൂത്ത് മുരടിച്ചങ്ങ് ഇരിക്കുക. എവിടെ നിന്ന് വരുന്നുണ്ടോ? ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് മൈ ഫാമിലിയുടെ എന്ന് ഷെഫിനത്താതിരിക്കുന്നു. അത് രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കുവാന്ന്. എന്താ ചെയ്യ, എന്നെ കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും. എന്തിനാണ് കേട്ടല്ല കൂട്ടുകാർ പറയുന്നത്. ഇതിന് മറുപടി കൊടുരാണോ കൂട്ടുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഇവർക്ക് അറിയാമെന്നാണ്. ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൻ വഴി ഓടേണ്ട അവസ്ഥ വരുമെന്ന്. അതുകൊണ്ട് കൂട്ടുകാരിയുടെ വാ പൊട്ടിക്കാൻ പെട്ടെന്ന് നോക്കല്ല. കൂട്ടുകാരി ഇതെല്ലാം കൂടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു, വീണ്ടും പോയേറ്. അതുകൊണ്ട് പെട്ടെന്ന് കൂട്ടുകാരിക്കെതിരെ കേസ് കൊടുക്കും. നിമിഷയെ പൂട്ടണം, അകത്താക്കണം. നിമിഷയെ എങ്ങനെയെങ്കിലും നമ്മൾ ജയിലിലാക്കണം. ജയിലിലാക്കിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തേ? അതുകൊണ്ട് മിണ്ടാതെ നീ വെക്കോ. നീയൊക്കെ പൂവിട്ട് പൂജിക്കോ, വളർത്തോ, ഉളർത്തോ, കെട്ടിപ്പിടിക്കോ, ഉമ്മ വെക്കോ, അതൊക്കെ നിന്റെയൊക്കെ ഇഷ്ടം. ആ പേരും പറഞ്ഞുകൊണ്ട് എന്റെ ലൈവിലേക്ക് വരാൻ നിൽക്കണ്ട, കേട്ടല്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഒരാളുടെ കാൽച്ചോട്ടിൽ ഒരാളെ ഞാൻ തന്തയും തല്ലാനും പോയിട്ടില്ല, ഒരാളുടെയും കുറ്റത്തിനും ഞാൻ പോയിട്ടില്ല. എനിക്ക് തന്ന ഒരാളുടെ പേരും പറഞ്ഞ് ഞാൻ ആരെയും തെറി വിളിക്കാനും പോയിട്ടില്ല. ഞാൻ നല്ലപോലെ പണിയെടുത്തിട്ട് നല്ലപോലെ ഈ വായിലെ നാക്കും വെച്ചുകൊണ്ട് എൻ്റെ കഴിവും നോക്കിയിട്ട് ഞാൻ നല്ലപോലെ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത്, കേട്ടല്ല. ഒന്നും പറയാൻ പോകണ്ട. അവർക്കിപ്പോൾ റീച്ചാണ് ലക്ഷ്യമെന്ന് പറയുന്നു. അതെ, വല്ലാത്ത വളർച്ചയാണെന്ന്. അയ്യോ വല്ലാത്ത എൻ്റെ പൊന്നു ചേച്ചിയൊന്നും പറയണ്ട, ഞാനൊന്നും പറയുന്നില്ല. നിമിഷ പറയാനായിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം വരാന്തേപ്പി കിടന്നുറങ്ങണമല്ലേ എവിടെ, മറ്റേ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ. അതുകൊണ്ട് എല്ലാവർക്കും കുടുംബമുണ്ട്, എല്ലാവരും കുടുംബത്തിൽ കിടന്ന് തന്നെയാണ് ഉറങ്ങുന്നത്. ഇപ്പം നിമിഷം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേട്ടല്ല. അതുകൊണ്ട് ഇവള് പറഞ്ഞു കഴിഞ്ഞാൽ അവള് തീർന്നു. അതുകൊണ്ട് അവള് ഇവക്കെതിരെ ഒന്നും മിണ്ടത്തില്ല. കാരണം ഇവക്ക് പല കാര്യങ്ങളും അറിയാം. ഇവളുമാരെല്ലാം കൂടി കാട്ടിക്കൂട്ടിയ പല ഉടായ്പകള് ഇവള് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവള് തേഞ്ഞൊട്ടും. അത് അവൾക്കും അറിയാം. അതുകൊണ്ട് അവള് മിണ്ടത്തില്ല. നിമിഷയ്ക്കെതിരെ കേസ് കൊടു. അത്രയ്ക്ക് ചങ്കുറപ്പ് നട്ടലിനുറപ്പ് ഉണ്ടെങ്കിൽ നിമിഷയ്ക്കെതിരെ കേസ് കൊടു. നിന്റെ പല കാര്യങ്ങളും അവളിപ്പോൾ വിളിച്ച് പറ നിമിഷ, നാട്ടുകാരറിയട്ടെ. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കേസ്, ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടി കുറെ പൈസയും ഉണ്ടാക്കി, അതിന്റെ അഹങ്കാരം ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇനിയെങ്കിലും മാന്യമായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ നോക്കാം. ആ ഒരു കാര്യം പറയാം. പക്ഷെ ചിലതൊക്കെ നമ്മുടെ രക്തത്തിൽ അരിഞ്ഞു ചേരും എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം, അപ്പൊ മനസ്സിലാവും. പ്രൊഫഷനായി ഇനിയിപ്പം കാറായി ഇനിയിപ്പം ഒരു വീടായിരിക്കുമോ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്? അടുത്ത ലക്ഷ്യം വീട് നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യമാണ്. നമുക്ക് എടുക്കണം, വീട് ഉണ്ടാക്കണം. ഇപ്പൊ പെട്ടെന്നൊന്നുമില്ല, അത് എന്തായാലും മേടിക്കണം, ഉണ്ടാക്കണം. ചെറിയൊരു വീട്, 2 മുറിയുടെ അടുക്കള എന്തായാലും എങ്ങനെയാണേലും ഞാനത് ചെയ്യും. കുറച്ച് നാളെ ഇപ്പോഴൊന്നും പെട്ടെന്ന് ചെയ്യില്ല. ഇപ്പൊ ഇതിനകത്ത് അടി കമന്റ് വരും, ആ വീട് വേണ്ട ശ്രുതിക്ക്, അടുത്ത പുതിയ വീട്ടിലേക്ക് മാറുവാനൊക്കെ പറഞ്ഞു. അന്ന് കഴിഞ്ഞാൽ ഞാൻ മാറത്തില്ല, ഞാൻ അവിടെ ശ്രുതിയിലേക്ക് തന്നെ ഇപ്പോഴും കാണും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറുമെന്നാണ് പറയുന്നത്. ആ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബാഡ് ഫീൽ തോന്നും. അപ്പോൾ രേണു ഇതിനെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എന്നെ അവിടെ താമസിക്കുന്നുണ്ട്, എല്ലാവരും കൂടി അഭിമാനിക്കുന്നു, അതുകൊണ്ട് എനിക്കിനി ഞാൻ വീടും വെച്ചൊന്നും വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും രേണു പറയുന്നത്. ബട്ട് അതിന്റെ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം എന്ന് പറയുന്ന സാധനം, നെഗളിപ്പ്, ആ ഒരു സാധനമൊക്കെ ഉണ്ട് അല്ലേ. നമുക്കൊരാൾ വീട് വെച്ച് തന്ന് എന്നിട്ട് ആ വീടിനെ മൊത്തം കുറ്റം പറഞ്ഞിട്ട് അവിടെ തന്നെ കയറി കിടക്കുന്നു, വാട്ടവർ. എന്നിട്ട് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി ആ വീട്ടിലോട്ടില്ല, അത് കിച്ചുവിന് ഋതുപ്പന് വേണ്ടിയിട്ടുള്ള വീടാണ് എന്നൊക്കെ പറയും. എന്തൊക്കെയോ വായത്തോന്ന ലെഫ്റ്റും ലെവലും ബ്രാക്കും ഇല്ലാണ്ട് കുറെ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ നടക്കും. സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കും കേട്ടാ. ഇതൊന്നും ശാശ്വതം മാത്രം സ്ഥിരമല്ല, എല്ലാം കടവുളേ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഇനിയെങ്കിലും നാളെ മുതലെങ്കിലും അല്ലെങ്കിൽ പോട്ട് 2026 മുതലെങ്കിലും സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കാം. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അല്ലാണ്ട് ഇനിയും കാലാകാലം കള്ളവും കാവട്ടിയും പറഞ്ഞ് നാട്ടുകാരെയും പറ്റിച്ച് വീണ്ടും
വീട് വസ്തു ചരണ്ടി ഇളക്കി മറ്റേത് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാതിരിക്കും. കൂടുതലൊന്നും പറയാല്ല. പുതിയ വീഡിയോ ആയിട്ടാണ്.